ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ അമീറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദോഹയിലെ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ചു. ഖത്തർ സഹോദര രാഷ്ട്രമാണ്. ഖത്തറിന്റെ പരമാധികാരത്തിനു മേലുള്ള അതിക്രമത്തെ അപലപിക്കുന്നുവെന്നും മോദി അറിയിച്ചു. ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്നും ഖത്തർ ഷൂറ കൌൺസിലും വ്യക്തമാക്കി. UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. വിവരങ്ങളുമായി ഖത്തറിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ഉണ്ട്. ദുബൈയിൽ നിന്ന് MC നാസറും ചേരും. ആദ്യം അബ്ബാസിലേക്ക്. അബ്ബാസ്, ഖത്തറിൽ എന്തൊക്കെ ആലോചനകൾ നടക്കുന്നു? അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും പിന്തുണ അറിയിക്കുന്നു. ഒരുമിച്ച് പ്രതികരിക്കാമെന്ന തീരുമാനത്തിലേക്കാണോ കാര്യങ്ങൾ കടന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് ഖത്തറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദോഹയിൽ ഇസ്രായേൽ നടത്തിയ നിഷ്ഠുരമായ ആക്രമണത്തിന് 1-ാം ദിവസം പിന്നിടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രായേലിനെതിരെ ഏത് തരത്തിലാണ് ഖത്തർ നീങ്ങുന്നത് എന്നതിന്റെ കൃത്യമായ സൂചന നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഖത്തർ പ്രധാനമന്ത്രി രാത്രി വളരെ വൈകി നടത്തിയ പത്രസമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മേഖലയിലെ രാഷ്ട്രങ്ങളുമായി ചേർന്ന് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു, നിയമ നടപടികൾ ഇസ്രായേലിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നീ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇത് കൃത്യമായി സൂചിപ്പിക്കുന്ന വിധം ഇന്ന് പ്രാദേശികമായ ഒരു ചേരി ഖത്തറിന് അനുകൂലമായി വരുന്നു. അവർ ഖത്തറിന് ഒന്നാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഏതെല്ലാം തരത്തിലെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടത് UAE എന്ന് പറയുന്ന GCCയിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രം, ഇന്ന് രാഷ്ട്ര നേതാവ് ഷെയ്ഖ് മുഹമ്മദ് ഇന്ന് ഖത്തറിന്റെ മണ്ണിലെത്തുകയും ഖത്തർ അമീറുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷെയ്ഖ് മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ സന്ദർശനത്തെ എത്രമാത്രം പ്രാധാന്യത്തോടുകൂടെയാണ് UAE കാണുന്നത് എന്നാണ്. ഒന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദാണ് വന്നത്. രണ്ടാമത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് പ്രതിരോധ മന്ത്രിയും ദുബൈ കിരീടാവകാശിയുമായിരുന്ന ഷെയ്ഖ് ഹംദാനാണ്. മൂന്നാമതായി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ അബുദാബിയിലെ ഉപഭരണാധികാരിയുമായിട്ടുള്ള ഷെയ്ഖ് താനൂൻ ബിൻ സായിദാണ്. ഇങ്ങനെ UAEയിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇന്ന് ഖത്തറിൽ വിമാനമിറങ്ങിയത്. ഖത്തറിന് ഇറങ്ങിയ ശേഷം ഇവിടെ സ്വീകരിച്ചത് ഖത്തർ അമീറും അതുപോലെ പ്രധാനമന്ത്രിയും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ UAE എന്നുള്ള രാഷ്ട്രത്തെ എത്രമാത്രം പ്രാധാന്യത്തോടു കൂടെയാണ് ഈ ഒരു ശാക്തിക ചേരിയിൽ, പ്രാദേശികമായ ഈ ഒരു ശാക്തിക ചേരിയിൽ ഖത്തർ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇവരിവിടെ വരുന്നു, ഇന്ന് തന്നെ അവർ തിരിച്ചുപോയി ചർച്ചകൾ നടത്തി സൗഹൃദ സന്ദർശനമാണ് എന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നലെ നടന്ന ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു സന്ദർശനത്തിന് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, നാളെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇവിടെ വരുന്നു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രം UAE വന്നു, രണ്ടാമതായി സൗദി വന്നു. അതുപോലെ തന്നെ ഇന്ന് ജോർദാനിലെ കിരീടാവകാശി ഇവിടെ എത്തുകയുണ്ടായി, അദ്ദേഹത്തെ സ്വീകരിച്ചു, അവരും ചർച്ച നടത്തി. ഇങ്ങനെ ഇന്നലെ തന്നെ കുവൈത്തിലെയും അതുപോലെ ഒമാനിലൊക്കെ രാഷ്ട്ര നേതാക്കൾ ഖത്തർ അമീറുമായും ഖത്തർ നേതൃത്വവുമായും ആശയവിനിമയം നടത്തിയിരുന്നു. ഈ ഒരു അർത്ഥത്തിൽ ഈ മേഖലയിലെ, ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ ഒരു ശാക്തിക ചേരി രൂപപ്പെടുത്തുകയും ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്നുള്ള ഒരു തന്ത്രം, ആ തന്ത്രമാണ് ഖത്തർ നേരത്തെ തന്നെ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തോടെ ഖത്തർ രൂപപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. അത് കൃത്യമായി ഉരുവപ്പെട്ടു വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇതോടുകൂടെ ചേർത്ത് വായിക്കേണ്ടത്, പ്രാദേശിക തലത്തിൽ മറ്റുള്ള രാഷ്ട്രങ്ങളുമായി ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ ഒരു സമ്മർദ്ദം ശക്തിപ്പെടുത്തുക എന്നതിനൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഖത്തർ നേടിയെടുത്ത പിന്തുണയാണ്. ഒരു ദിവസം കഴിയുമ്പോൾ മാത്രം 50-ലേറെ രാഷ്ട്രങ്ങളാണ് ഖത്തറിന് പിന്തുണയുമായി എത്തിയിരുന്നത്. ഇന്ന് അതിലേറെ രാഷ്ട്രങ്ങൾ, യൂറോപ്യൻ യൂണിയനിലെ പല രാഷ്ട്രങ്ങളടക്കം, വളരെ ചെറിയ രാഷ്ട്രങ്ങൾ, വലിയ രാഷ്ട്രങ്ങൾ, ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങൾ എല്ലാവരും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചു. വലിയ രീതിയിൽ, അതായത് ഇന്ത്യ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, വലിയ വിശദമായിട്ടുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതിന്റെ കൂടി സൂചനയാണ്.